നമ്മുടെ ഈ ഒരു ക്രോം ബ്രൗസർ ഇന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. കാരണം ഇത് വൃത്തിയാക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിട്ടാൻ പോകുന്നത്. ഒന്നാമത് ഹാങ് ഒഴിവാക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഭയങ്കര സ്മൂത്ത്, ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര സ്മൂത്ത് ആകുന്നതും, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ കുറച്ച് സ്റ്റോറേജ് കിട്ടുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു ക്രോം ബ്രൗസർ വൃത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു പെട്ടി കാണാൻ സാധിക്കും. ഇവിടെ 6 എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ക്രോം ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ആക്കുന്ന ഓരോ വെബ്സൈറ്റും അത് ഓരോ ടാബുകളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരുപാട് ഹാങ് ഉണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ ഇതുപോലെ തെറ്റ് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ മൊബൈൽ ഫോൺ നേരത്തെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ 6 മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ 4 ഒഴിവാക്കിയപ്പോൾ ബാക്കി 2. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരുപാടുണ്ടാകും. അതെങ്ങനെ ഒഴിവാക്കാം? അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു ആരോ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇവിടെ ആഫ്റ്റർ 7 ഡേയ്സ് എന്നത് കൊടുത്തത് കൊണ്ട്, അതായത് എൻ്റെ ഈ മൊബൈൽ ഫോണിൽ എല്ലാ പ്രാവശ്യവും 7 ദിവസം കഴിയുന്നതനുസരിച്ച് അതിങ്ങനെ ഒരുപാട് ടാബുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക് റിമൂവ് ആവും. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഇവിടെ 7 ഡേയ്സ് ഉള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുക. ഇവിടെ 14 ഉണ്ട്, 21 ഉണ്ട്, നെവർ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ 7 ദിവസത്തെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് 7 ദിവസത്തിന് മുമ്പുള്ളതൊക്കെ ഇങ്ങനെ റിമൂവ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത് ചെയ്യേണ്ടത്, ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈറ്റ് സെറ്റിങ്സ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ ഒരുപാട് കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചതുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ലോഗിൻ ചെയ്ത് അതിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബ്രൗസറും ഡാറ്റ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. എല്ലാം സെലക്ട് ചെയ്യുക. മൊത്തത്തിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾ ടൈമും കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, അതായത് ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്ന മുതലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിവിടെ ഡിലീറ്റ് ആക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത്, ബാക്ക് വന്നതിന് ശേഷം വീണ്ടും സൈറ്റ് സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ സ്റ്റോർഡ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൊബൈൽ ഫോണിലില്ല, നിങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോസ് കണ്ടാൽ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഹാങ് ഒഴിവാക്കാൻ പറ്റുന്ന ബെസ്റ്റ് സെറ്റിങ്സ് ആണ് ഇത്. നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് MBകളും നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ. നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച MBകൾ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും ഡിലീറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. നേരത്തെ ചെയ്തതുപോലെ തന്നെ അവിടെ ഡിലീറ്റ് കൊടുത്ത് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും MB നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നേരെ ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇവിടെ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സിങ്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓഫാക്കി വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സിങ്ക് ആവുകയില്ല. ഇത് ഓട്ടോമാറ്റിക് ബ്ലോക്ക് ആക്കുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങളത് നിർബന്ധമായിട്ടും ഇത് ഡിസേബിൾ ആക്കുക. ഇനി നിങ്ങൾ നേരെ ബാക്ക് വന്ന് ഇനി നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അനാവശ്യ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഡിസേബിൾ ആക്കണം. ഇത് എനേബിൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ അത്തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ഇങ്ങനെ റെക്കമെൻഡേഷൻ വരുന്നത് നിങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങളുടെ ഈ ക്രോം ബ്രൗസറിന് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അകറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ ഡിസേബിൾ ആക്കുന്നതും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസേബിൾ ആക്കാൻ സാധിക്കും. ഇനി നേരെ ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഒന്നുകൂടി ബാക്ക് വന്നാൽ നിങ്ങൾക്കിവിടെ സൈറ്റ് സെറ്റിങ്സിലല്ല, നേരെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഈ സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്കിവിടെ
ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷനിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോം ബ്രൗസറിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷനും നിങ്ങൾ ഡിസേബിൾ ആക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന മാറ്റം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.